ഹലോ മൈ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാരമൽ പുഡിംഗ് ആട്ടോ. ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കതിന് 4 മൂലയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രെഡിന് 4 മൂല കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്രെഡിൻ്റെ വൈറ്റ് മാത്രമാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. നിങ്ങൾ ബ്രെഡിനനുസരിച്ച് മുട്ട എടുക്കാം. നമ്മൾ ഫങ്ഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബ്രെഡ് ആവശ്യം ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെ മുട്ട എടുക്കാം. ഞാൻ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരടുപ്പ്. പിന്നെ മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മിൽക്ക് കുറവാണെങ്കിൽ വേണമെങ്കിൽ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ മിൽക്ക് കുറവായിരുന്നു, ഞാൻ ഒരു ഗ്ലാസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഗ്യാസിൽ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ചുള്ളി വാട്ടർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കൈയെടുക്കാതെ മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ചെറിയ ചെറിയ കളർ മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര കളറായാൽ മതി. നമുക്കതൊന്ന് നമ്മൾ ഏത് ഇതിലാണ് ഉണ്ടാക്കുന്നത് ആ ടിന്നിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിലായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് പാത്രത്തിൽ വെള്ളം വെച്ചാൽ നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിന് തയ്യാറാക്കിയ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് കൊട്ടുമ്പോൾ നമ്മളൊന്ന് കത്തി കൊണ്ട് 4 സൈഡൊന്ന് മുറിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാനിതൊന്ന് ഇവിടെ കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്, ഉള്ളു വെന്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടോ കട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഉള്ളൊക്കെ നല്ല പോലെ വെന്തുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.